ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലാണ് കരിമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടുന്നത്. നെയ്ത്ത് ഗ്രാമം. കരിമ്പുഴ ഗ്രാമം അതിന്റെ പരമ്പരാഗതമായ കൈത്തറി നെയ്ത്തിന് പ്രസിദ്ധമാണ്. തെരുവ് എന്നറിയപ്പെടുന്ന പ്രദേശം നെയ്ത്തുകാരുടെ കേന്ദ്രമാണ്. പണ്ടുകാലത്ത് കോഴിക്കോട് സാമൂതിരിക്ക് വേണ്ടി വസ്ത്രങ്ങൾ നെയ്യാനായി മൈസൂരിൽ നിന്ന് വന്ന ദേവാംഗ സമുദായക്കാരാണ് പ്രധാനമായും ഇവിടെ നെയ്ത്ത് നടത്തിയിരുന്നത്. ആനത്തറവാട്. കേരളത്തിലെ പ്രശസ്തമായ സ്വകാര്യ ആനത്തറവാടായ മംഗലാംകുന്ന് ആനത്തറവാട് കരിമ്പുഴ ഗ്രാമത്തിന്റെ അടുത്താണ്. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രങ്ങൾ. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം, ദക്ഷിണ അയോധ്യ. ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ശ്രീരാമൻ ഈ കരിമ്പുഴയിൽ വെച്ച് സമാധിയായെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം പണ്ട് സാമൂതിരിയുടെ അധികാരത്തിലായിരുന്നു. 2. കരിമ്പുഴ നദി. ഉത്ഭവം. കല്ലടിക്കോടൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയാണ് കരിമ്പുഴ എന്ന പേരിലും അറിയപ്പെടുന്നത്. ഗതി. ഈ നദി കരിമ്പുഴ ഗ്രാമത്തിന്റെ അതിർത്തിയിലൂടെ ഒഴുകുന്നു. തൂതപ്പുഴ. കരിമ്പുഴ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൂതപ്പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷകനദിയാണ്. പുനരുദ്ധാരണ പദ്ധതി. ഭാരതപ്പുഴയുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായ് കടവിൽ കുന്തിപ്പുഴക്ക് കുറുകെ ഒരു ജലബന്ധാര തടയണ ഗോവൻ മോഡൽ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കരിമ്പുഴയിലെ നെയ്ത്ത് പാരമ്പര്യത്തെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയണമെന്നുണ്ടോ?